ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പം നമുക്കിന്ന് പൈനാപ്പിൾ പച്ചടി ചെയ്യാമല്ലേ? അപ്പം അതിന് പകുതി പൈനാപ്പിൾ എടുത്തിട്ട് നല്ല പോലെ തന്നെ വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞ് ഒരു കലത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മളുടെ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനി നമുക്കതൊന്ന് അടച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പുണ്ടാക്കണ്ടേ. അപ്പോൾ അതിന് പകുതി നാളികേരം എടുത്തിട്ടുണ്ട്, പിന്നെ 3 പച്ചമുളകും കുറച്ച് കുരുമുളകും 1 ടീസ്പൂൺ ചെറിയ ജീരകവും എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ പൈനാപ്പിൾ വെന്തോന്ന് നോക്കാം അല്ലേ. അപ്പോൾ പൈനാപ്പിൾ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അരച്ചെടുത്ത അരപ്പും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ, ഈ ഒരു പരുവത്തിൽ മതി. ഇതിലുള്ള വെള്ളവും കൂടി നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ കുറച്ച് കടുകിൻ്റെ പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ സിമ്മിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് തൈര് എടുത്തിട്ട് ഞാൻ കട്ടയൊക്കെ ഉടച്ച് മാറ്റി വെച്ചിട്ടുണ്ടായി, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മളുടെ കറിയുടെ എരിവും മധുരവും ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊന്നും വീണ്ടും ഇടേണ്ടിയൊന്നും വന്നില്ല കേട്ടോ. ഇനി ഞാനിതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി ഒന്ന് കാച്ചെടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ നല്ലപോലെ തന്നെ ചൂടായപ്പോൾ ഞാൻ കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് നല്ലപോലെ തന്നെ പൊട്ടിയൊക്കെ വന്നിട്ടുണ്ട്. അതിലേക്കൊരു 4 വറ്റൽമുളകും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലപോലെ തന്നെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ലപോലെ ആയിട്ടുണ്ട്. നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും കേട്ടോ. അപ്പോൾ എന്തായാലും വീട്ടിൽ പൈനാപ്പിളൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത ഒരു നല്ല റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാ അല്ലാ. അസ്സലാമലൈക്കും.